ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ല? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകണം. അപ്പം ഞാൻ എന്താ പറയുക, അതിൽ ചെറിയ ഇതിലുണ്ട്, അപ്പോൾ അത് കറി വെക്കുക കേട്ടോ. അത് കറിയൊക്കെ വെച്ചു, തേങ്ങ കരച്ച് മല്ലി മുളകൊക്കെ പാടം കരച്ചു. അപ്പോൾ അതിലേക്ക് ഉള്ളി വരച്ചത് കേട്ടോ. അപ്പോൾ നല്ലോണം ചോദിച്ചിട്ട് ആദ്യം ഉരുവട്ട് പൊട്ടിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഉള്ളിൻ്റെ. അപ്പോൾ നല്ലോണം നോക്കണം. അപ്പം ഞാൻ ഇത് കരുവേപ്പിൻ്റെ എല്ലാം എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ലോണം നോക്കിയിട്ട് വീണ്ടും അപ്പം കഴിക്കാൻ പൊട്ടട്ടെ. എന്നിട്ട് വേണം മീൻ അതായത് കായലിലൊക്കെ വെച്ചിട്ട് വറക്കട്ടെ. ചെറിയ ഇത് കേട്ടോ. അപ്പോൾ അത് ഇന്നിപ്പോൾ അതാണ് നല്ല കുഞ്ഞ് മത്തിയായിരുന്നു. ചെറിയൊരു ദിവസം മീനാണിച്ച ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ കേട്ടോ അതൊന്നും ഇതിലേക്ക് പൊട്ടട്ടെ. അതാ നല്ല അടിപൊളി അയിലക്കറി കേട്ടോ. അയില ഞാൻ ഉപ്പും പുളിയൊക്കെ നൽകി അത്ര അപ്പം ഇതിൽ ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മീൻ വറുക്കട്ടെ കേട്ടോ. മീനും വറുത്തെടുത്താൽ പിന്നെ മീൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അതും കൂടി ഒന്ന് പൊരിക്കട്ടെ. മുള്ളുണ്ട് കേട്ടോ, 2-3 മുള്ളനുണ്ട് ചാക്കാക്കി. ഇതോ മുള്ളന് അത് കഴിയുമ്പോൾ കുത്തിയിട്ട് പാടുണ്ടാവില്ല നന്നാക്കാൻ. പിന്നെ ഞാൻ നല്ല തുണികളൊക്കെ പിന്നെ എന്താ തിരുമ്പിയത്, എന്താ പറയുക, ഇത് ബെഡ്ഷീറ്റും കവറുകളൊക്കെ തിരുമ്പിയതൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വെയിലൊക്കെ ഇട്ടിട്ടുണ്ട്. മഴ വരുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഒരു 5-6 അയിലും കൂടിയിട്ടാണ് പൊരിക്കട്ടെ. അപ്പോൾ എന്നാൽ സാപ്പൊക്കെ കഴിഞ്ഞാലോ പണി. കേട്ടോ ഇനി തുണികളൊക്കെ ഒന്ന് മറിച്ചിടും തിരിച്ചിടുകയൊക്കെ ചെയ്യട്ടെ പോയി. അപ്പോൾ നമ്മളെ തുണികളൊക്കെ നിലത്തിയുണ്ട്. അതൊക്കെ നിലത്തെ കേട്ടോ. ഈ പാൻറ്റും ബനിയനൊക്കെ. പിന്നെ ഇതൊന്ന് തിരുമ്പിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിലത്തെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉണങ്ങിയിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ അരിക്കിൽ തന്നെ ഇട്ടിട്ട് നല്ല ഉണങ്ങിയിരിക്കുന്നു. ഇതാണ് ഉണങ്ങാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതാ വെള്ളം തണ്ട ഇന്നലത്തെ എന്തുണ്ടോ ഇന്നലത്തെ വെള്ളം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഭാഗം ഇങ്ങനെ എന്താ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണക്കട്ടെ. വെയിൽ ഇറക്കുന്നുണ്ടെന്ന് എന്താ. അപ്പോൾ അതൊക്കെ ഇന്നലത്തെ തിരുമ്പിട്ടാണിത്. അപ്പോൾ ഇന്ന് ചില ഭാഗം ഈ ഭാഗമൊക്കെ ഉണങ്ങിക്കണം. ഈ വെള്ളം ഇങ്ങനെ വാർന്ന് വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ കേട്ടോ ഈ മൂലയിലാണ് വെള്ളം ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. ഇതൊക്കെ തിരുമ്പിട്ടു. ഇപ്പം നല്ല വെയിലൊക്കെ തെറിക്കുന്നുണ്ട്. കല്യാണോട് കുറേളും കവറുകളൊക്കെ തിരുമ്പിട്ടു. എന്നാൽ ഇന്നലത്തെ അലക്കാണി കവറൊക്കെ ഉണങ്ങിക്കുന്നു കേട്ടോ. അപ്പം ഒന്നാൽ നല്ല വെയിൽ തെറിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഉണക്കി എടുത്തേക്കും വേണം. പൂച്ച കാക്കാനെ തെരഞ്ഞു വരിക. അപ്പോൾ ഇവിടെ മീൻ എന്താ പറയുക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത് മക്കളെ. ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൻസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൻസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റും ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. തോനെയൊന്നും ഇടില്ല. 2, 3, 4 മിനിറ്റൊക്കെ ഉള്ളൂ. ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് തോനെയൊന്നും ഇപ്പോൾ എടുക്കാൻ. പിന്നെ ഞാൻ കൂട്ടാൻ വെക്കണോ അരക്കണമൊന്നും എടുത്തിട്ടില്ല. കയ്യിൽ മൊബൈൽ പിടിക്കണ്ട വെച്ചിട്ടോ. അതുകൊണ്ട് ഒരു കയ്യിൽ മൊബൈലും പിടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. പൂച്ച അതാ പൈപ്പിൻ്റെ തൊട്ടിൽ കാക്കാനെ കാത്തിരിക്കട്ടോ. അവിടെ അതാ ഇരിക്കുന്നുണ്ട് പൂച്ച. അതാ പൈപ്പിൻ്റെ തൊട്ടിൽ അത് കാക്കാനെ കാത്തിരിക്കുക. പൂച്ച മീൻ കൊണ്ടുവന്നുണ്ടോ നോക്കിയിട്ട്. അപ്പം ഇന്ന് നല്ല വെയിലൊക്കെ തെറിക്കുന്നുണ്ട്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും മഴയിരിക്കും. അപ്പോൾ ഇന്നലെ പതുപ്പ് തിരുമ്പിയൊന്നും ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നും ഉണങ്ങൂലിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമാവുകയാണ് ചെയ്യാൻ പറഞ്ഞത്. എല്ലാവരും ചെയ്യട്ടോ, മറക്കരുത്. അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.